ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടവരെയെല്ലാം കൊടുക്കാനുറച്ച് ഹൈക്കോടതി 2018 മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കുമെന്ന് SITയോട് ആവശ്യപ്പെട്ട ഹൈക്കോടതി നീക്കം 2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശിയതിൽ നിന്നാണ് എന്ന് ഹൈക്കോടതി SITയോട് വ്യക്തമാക്കി. വാതിൽ സ്വർണം പൂശിയ കാലഘട്ടമായ 2019 K. പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് പരമാധികാരിയാക്കി മാറ്റാൻ സഹായിച്ച അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച യഥാർത്ഥ മൂർത്തി അഥവാ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്താനെന്നും കോടതി നിർദ്ദേശിച്ചു. വാർത്തകൾ വിശദമായി. 2.5 കിലോ സ്വർണം പൊതിഞ്ഞ ശബരിമലയിലെ വാതിലുകൾ എവിടെയാണ് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന പുതിയ വാതിലുകളിൽ 324 ഗ്രാം സ്വർണം മാത്രമാണുള്ളതെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. വിജയ് മല്യ 1997 സംഭാവന ചെയ്ത 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ ദേവസ്വം ബോർഡിൻ്റെ ശേഖരത്തിലുണ്ടായെന്ന് ചോദിച്ച കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൈവശപ്പെടുത്തിയോ എന്നും കണ്ടെത്തണമെന്നും സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പള്ളി തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശം വന്നത്. രാജ്യത്തു നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിൻ്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംശയ നിഴലെന്ന് റിപ്പോർട്ടുകൾ. 2024 2024 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൊതിയാൻ നീക്കം നടന്നതെന്നും അതിന് തിടുക്കം കൂട്ടിയെന്നുമാണ് കണ്ടെത്തൽ. കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു. പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ ഇല്ലെന്നും നിരീക്ഷിച്ച കോടതി PS പ്രശാന്തിൻ്റെ അധ്യക്ഷതയുള്ള ബോർഡിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും കുറ്റപ്പെടുത്തി. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ ഗുരുതര പരാമർശങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള നീക്കമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കാലാവധി നീട്ടി നൽകുന്നതിന് പകരം ബോർഡ് പിരിച്ചുവിട്ട് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ ശേഖരിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാസു കുടുങ്ങുന്നതോടൊപ്പം സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള മന്ത്രിമാരും CPM നേതാക്കളും കുടുങ്ങുമെന്നും നിലവിലെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടം സംബന്ധിച്ച് ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കരുതെന്ന് ഗവൺമെൻറ്റോട് ആവശ്യപ്പെടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിൻ്റെ പല നടപടികളും സംശയാസ്പദമാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടും ആരോപണ വിധേയരായ ബോർഡിൻ്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകാനാണ് സർക്കാരിൻ്റെ നീക്കമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും SIRഉം ഒരുമിച്ച് നടത്തുമ്പോഴുള്ള ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സാന്നിധ്യത്തിലാണ് ഓൺലൈൻ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥരെ SIRൽ നിന്ന് ഒഴിവാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മറ്റ് ജീവനക്കാരെ BLOമാരാക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലെ കേരളത്തിൽ നടപ്പാക്കുന്ന SIR നിയമപരമായി നേരിടാൻ ഇന്നലെ വൈകിട്ട് ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി സമീപിക്കൽ നിയമോപദേശം തേടും. സർക്കാർ കോടതിയിൽ പോയാൽ കക്ഷി ചേരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തിൽ അറിയിച്ചു. അതേസമയം തീരുമാനത്തെ BJP എതിർത്തു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് സഹകരിക്കണമെന്ന നിർദ്ദേശവുമായി സീറോ മലബാർ സഭ ഇടഭാഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. BLOമാർ വീടുകളിൽ എത്തുമ്പോൾ അവരോട് സഹകരിക്കണം. ഫോമുകൾ യഥാവിധം പൂരിപ്പിച്ച് ഉറപ്പാക്കുകയും വേണം. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകൾ തയ്യാറാക്കി വെക്കണമെന്നും പ്രവാസികൾ ഓൺലൈൻ മുഖേനയോ കുടുംബാംഗങ്ങൾ വഴിയോ ഫോം പൂരിപ്പിച്ച് നൽകുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. PM ശ്രീ കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ കത്തയക്കാത്തതിൽ CPMനെ CPI അതൃപ്തി അറിയിച്ചെന്ന് റിപ്പോർട്ടുകൾ. ധാരണ തെറ്റിച്ചാൽ പരസ്യ പ്രതികരണത്തിന് മടിക്കില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചാണ് വിവരം. സാങ്കേതികമായ കാലതാമസമാണ്, ഉടൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്നും CPM നേതാക്കൾ വിശദീകരിച്ചുവെന്നും റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് മുന്നോക്ക വിഭാഗങ്ങളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി CN രാമചന്ദ്രൻ നായരാണ് ചെയർമാൻ. സെബാസ്റ്റ്യൻ ചൂണ്ടൽ, G. രവികുമാർ എന്നിവർ അംഗങ്ങളാവും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മറ്റ് ഡോക്ടർമാരുടെയും ഉൾപ്പെടെയാണ് 202 തസ്തികകൾ സൃഷ്ടിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിൻ്റെ ഭാഗമായി ഇന്ന് കുവൈറ്റിലെത്തും. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റിൽ എത്തുന്നത്. കുവൈറ്റിൽ 60ഓളം സംഘടനകൾ ചേർന്നാണ് മുഖ്യമന്ത്രിക്കായി മെഗാവേദി ഒരുക്കുന്നത്.
ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പ് പുരസ്കാർ പ്രശസ്ത കർണാടക സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബിക ദേവിക്ക് ഗുരുവായൂർ ദിവസം നൽകുന്ന പുരസ്കാരമാണിത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കർണാടക സംഗീത ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. മന്ത്രി സജി ചെറിയാനെതിരെ പരാമർശം തിരുത്തി റാപ്പർ വേടൻ മന്ത്രി അവമാനിച്ചതായി കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് മന്ത്രിയെന്നും വേടൻ പറഞ്ഞു. തന്നെപ്പോലെ സ്വതന്ത്ര കലാകാരന്മാർക്കും ഒരുപാട് എഴുതാനും സംഗീതം ഉണ്ടാക്കാനും അവസരം നൽകുന്നതാണ് അവാർഡെന്നും അദ്ദേഹം പറഞ്ഞു. വേടന് പോലും ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ അവമാനിക്കുന്നതിന് തുല്യമാണെന്ന് വേടൻ നേരത്തെ പറഞ്ഞിരുന്നു. കാലിക്കറ്റ് സർവകലാശാല VC നിയമന നടപടികളുമായി രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിജ്ഞാപനം ഇറക്കിയത് തെറ്റാണെന്നും സർക്കാരിൻ്റെ അധികാരത്തിനായിട്ടുള്ള കടന്നുകയറ്റമാണെന്നും ആർ ബിന്ദു വ്യക്തമാക്കി. ഇതിനെതിരെ സർക്കാർ നിയമനടപടി സ്വീകരിക്കുമെന്നും സർക്കാർ ഇറക്കേണ്ട വിജ്ഞാപനം രാജ്ഭവൻ ഇറക്കിയത് ഫെഡറലിസത്തെ തകർക്കലാണെന്നും മന്ത്രി വിമർശിച്ചു. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിൻ്റെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസ് മജിസ്ട്രേറ്റ് സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ചായിരിക്കും തിരിച്ചറിയൽ പരേഡ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയുള്ള ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ടാക്സി ഡ്രൈവർക്കെതിരെ നിയമ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയ മൂന്നാറിലെ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരായ വിനായകൻ, വിജയകുമാർ, അനീഷ് കുമാർ എന്നിവരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. അങ്കമാലിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് കഴുത്തിന് മുറിവേറ്റ് മരിച്ച സംഭവം കൊലപാതകമാണെന്നും ക്രൂരകൃത്യം ചെയ്ത മാനസികഭ്രാന്തിയുള്ള അമ്മുമ്മ റോസിലിയാണെന്നും സ്ഥിരീകരിച്ച് പോലീസ്. കുഞ്ഞിൻ്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചതെന്ന് കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തു. കറുകുറ്റി ചീനി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറിയാണ് കൊല്ലപ്പെട്ടത്. പോണ്ടിച്ചേരി സർവകലാശാല 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. ഫാഫ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ശാസ്ത്രജ്ഞനാണെന്ന് നടിച്ച് ഇറാനിയൻ കമ്പനികളെ കബളിപ്പിക്കാൻ ശ്രമിച്ച 60-കാരൻ ഉൾപ്പെടെ 2 പേരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്ത്രീയ സഹകരണം, ഗവേഷണ പങ്കാളിത്തം എന്നീ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ഉത്തർപ്രദേശ് മിർസാപൂരിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയുള്ള ട്രെയിനിടിച്ച് 6 പേർ മരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ ആരോപണമായി TVK നേതാവ് വിജയ് കരൂർ ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞതെന്നും എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചതെന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വിജയ് പറഞ്ഞു. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 18 ജില്ലകളിലെ 121 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമൻ്റെ ആദർശങ്ങളെ പ്രതികരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും ലാൽ പ്രസാദും ബാബർ ഔറംഗസേബ് പാരമ്പര്യത്തെയാണ് പ്രതികരിക്കുന്നതെന്ന് ആസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ട ഒരാളുടെ മൃതദേഹം 1 വർഷത്തിന് ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദ് വീട്ടിനുള്ളിൽ കുഴിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാർ സ്വദേശിനിയായ മുഹമ്മദ് ഇസ്രായേൽ അക്ബർലിയുടെ അൻസാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ത്യയുടെ ആസ്തി വീണ്ടെടുക്കാൻ സംവിധാനത്തിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ അഭിനന്ദനം. കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദത്തിന് പണം നൽകുന്നതും തടയാനുള്ള ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആഗോള നിരീക്ഷണ സമിതിയായ FATF അംഗരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ഫലപ്രദമായ സംവിധാനമാണെന്നും വിശേഷിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം നടത്താൻ ജപ്പാനിലെ പ്രമുഖ കാർ നിർമ്മാതാക്കൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.